പരിശുദ്ധൻ മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണേച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണേച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണേച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണേച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണേച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണേച്ചു കുമ്പിടുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ചേർത്ത് വിളിച്ചതെല്ലാം ഓർത്ത് കർത്താവെ ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ ആരാധിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതവും മനസ്സും ശരീരവും എല്ലാം സമർപ്പിച്ച് ആരാധിക്കുകയാണ്. അങ്ങല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരാശ്രയമില്ല കർത്താവെ. എല്ലാം തിരുമുൻപിലേക്ക് ഏൽപ്പിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും എല്ലാ ജീവിതങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും കണ്ണുനീരുകളെയും കർത്താവെ, പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവർ, മരണക്കിടക്കയിലായിരിക്കുന്നവർ, ആശുപത്രികളിലായിരിക്കുന്നവർ, ഈശോയെ ഓപ്പറേഷന് വിധേയമായിരിക്കുന്ന മക്കള്, ക്യാൻസർ രോഗികൾ, ഈശോയെ ഓരോരുത്തരെയും തിരുമുൻപിലേക്ക് സമർപ്പിച്ച് ഒരു ഹൃദയത്തോടെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, ഒരു മനസ്സോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, എല്ലാ മേഖലകളെയും സമർപ്പിച്ച് മനസ്സ് ശരീര ആത്മ മേഖലകളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ഈ അൾത്താരയ്ക്ക് മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ അൾത്താരയ്ക്ക് മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെ സഭ സമൂഹത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവെ, തിരുമുമ്പിലേക്ക് എല്ലാ മക്കളെ പ്രത്യേകമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ, കർത്താവെ, ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, IELTS, OET, CBT, NCLEX എക്സാം പരീക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ട് എല്ലാ മക്കളെയും തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. അവിടുന്ന് അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ വലം
വലങ്കൈ നീട്ടി എല്ലാ മക്കളെ അനുഗ്രഹിക്കണം ഈശോയെ. എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുത്ത് അങ്ങയുടെ വലിയ കാരുണ്യത്തിലേക്ക് എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ സ്നേഹത്തിലേക്ക് എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവെ, സങ്കീർത്തന പുസ്തകം 91 അധ്യായം 9-12 വചനങ്ങൾ ഞങ്ങളെ വായിക്കുകയാണ്. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന് നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കർത്താവെ, ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഈ വചനം ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്ന ഓരോ ജീവിതങ്ങളെയും അങ്ങ് ചേർത്ത് പിടിക്കണേ. കർത്താവെ, അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്ന് വലിയ സംരക്ഷണത്തിന്റെ വലിയ കൃപകൾ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് എല്ലാ വ്യക്തികളെ സമർപ്പിക്കുന്ന കർത്താവെ, വലിയ മരണത്തിന്റെ ഭയപ്പാടിലായിരിക്കുന്ന മക്കള്, കർത്താവെ, വിസായുടെ വലിയ പ്രശ്നങ്ങൾ കൊണ്ട് തകർന്നു പോകുന്ന മക്കള്, കുടുംബജീവിതത്തിന്റെ വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ, ഈശോയെ, ദാമ്പത്യ ജീവിതത്തോട് സമാധാനമില്ലാത്ത എല്ലാ മക്കളെയും ഈ സമയം തിരുമുൻപിൽ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ വലിയ കരുണ എല്ലാ മക്കളിലേക്ക് ഒഴുകട്ടെ. ഈശോയുടെ വലിയ സാന്നിധ്യം എല്ലാ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. ഈശോയുടെ കൃപ നിറയട്ടെ. ഈശോയുടെ ആനന്ദവും ഈശോയുടെ വലിയ സംരക്ഷണവും അനേകം കുടുംബങ്ങളിലേക്ക് നിറയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ 8ാം ദിവസത്തിലാണ് ഇന്ന് എത്തി നിൽക്കുക. ഈ ദിവസം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക. ജോലിയില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയാണ്. ജോലിയില്ലാത്ത അനേകം മക്കൾ, വിദേശങ്ങളിലേക്ക് പോയിട്ടുള്ളവര്, വിസിറ്റിംഗ് വിസയിൽ പോയിട്ടുള്ളവര്, പഠിക്കാനായിട്ട് പോയിട്ടുള്ളവര്, അങ്ങനെ ഭവനവും ജോലിയും ഒന്നുമില്ലാത്ത അനേകം ജീവിതങ്ങളെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അവരുടെ എല്ലാ വേദനകൾ ഈശോയുടെ കരങ്ങളിലോട്ട് വയ്ക്കുന്ന കർത്താവെ, നിനക്ക് അസാധ്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. 32-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ കർത്താവിന്റെ വചനം ചോദിക്കുകയാണ്, ഞാൻ സകല മക്കളുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? കർത്താവിന്റെ ആ വലിയ വചനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് വിശ്വസിക്കാം. നിങ്ങളോടും എന്നോടുമെല്ലാം പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ജോലിയില്ലാത്ത അനേകം മക്കള്, ഒത്തിരി പണം മറ്റുള്ളവർക്ക് കൊടുത്ത് ഏജൻസി തട്ടിച്ച് പല വിധത്തിലും നഷ്ടങ്ങളിലേക്ക് പോയിട്ടുള്ള ഒത്തിരി മക്കളുണ്ട്. നമ്മൾ അവരെ എല്ലാം സമർപ്പിക്കുകയാണ്. കർത്താവെ, പുതിയ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് വിസ നിയമങ്ങൾ മാറിയപ്പോൾ കർത്താവെ, വീട്ടിൽ നിന്ന് നാട് നിന്ന് വീടും സ്ഥലവും ഒക്കെ വിറ്റ് വിദേശങ്ങളിലേക്ക്, കാനഡയിലേക്കും UK-യിലേക്കും ന്യൂസിലൻഡിലേക്കും ഒക്കെ എത്തിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് സ്റ്റുഡന്റ് വിസയില്, കെയർ വിസയിലൊക്കെ എത്തിയിട്ട് വിസ നഷ്ടപ്പെട്ട് കർത്താവെ ഇല്ലീഗലായിട്ടൊക്കെ നിൽക്കുന്ന ഓരോ മക്കളെയും തിരുമുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളെയും തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സമയത്ത് ഓരോ മക്കളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് ഈശോയുടെ വലിയ അത്ഭുതങ്ങള്, ജോലിയില്ലാത്ത എല്ലാ മക്കളുടെയും ജീവിതങ്ങളിലേക്ക് ഈശോയുടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. നമ്മളത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിമലഹൃദയ പ്രതിഷ്ഠയുടെ നിയോഗം തന്നെ ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിലോട്ട് ജോലിയില്ലാത്തവർ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്നവര്, അനേകം കമ്പനികളിലേക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിരിക്കുന്നവര്, ഇവിടെ വന്നിട്ട് ചില കമ്പനികളിൽ ജോലി നോക്കിയിട്ട് അതൊന്നും പൂർത്തിയാക്കാൻ പറ്റാതെ ടെർമിനേഷൻ കിട്ടിയിരിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട്. കർത്താവെ, അവരെല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, അവരൊക്കെ ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. കർത്താവെ, നിനക്ക് മാത്രമേ വഴി തുറക്കാൻ പറ്റുള്ളൂ. കർത്താവെ, ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗപിതാവിന്റെ അടുക്കലേക്ക് പോകുന്നില്ല. കർത്താവ്, ഈ സമയത്ത് വലിയ വിശ്വാസത്തോടെ ജോലിയില്ലാത്ത എല്ലാ മക്കളെ സമർപ്പിക്കുകയാണ്. ബിസിനസ് തകർന്നു പോയ മക്കളെ സമർപ്പിക്കുകയാണ്. കർത്താവെ, മക്കൾ പഠിത്തം പൂർത്തിയാക്കാൻ പറ്റാതെ ഒരു ജോലിയിലും എത്തിപ്പെടാൻ നിൽക്കുന്ന ജീവിതങ്ങളുണ്ട്. ഈശോയെ, അവരെല്ലാം സമർപ്പിക്കുന്ന കർത്താവ്, ജീവിത പങ്കാളിക്ക് 6 മാസമായിട്ട് ജോലി നോക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പെർമനന്റ് ജോലി കിട്ടാത്ത കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് ഇറങ്ങി വന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം.
ഈശോയുടെ സന്നിധിയിലേക്ക് എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ഭവനങ്ങളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട് കർത്താവെ, വലിയ കടബാധ്യതയിലായിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്നവരുണ്ട്, ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാവരുടെയും മേൽ ഈശോയുടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഈശോയുടെ വലിയ അടയാളങ്ങൾ സംഭവിക്കട്ടെ, ഈശോയുടെ വലിയ കൃപകൾ ഓരോ മക്കളിലേക്ക് നിറയപ്പെടുവാൻ ഈശോയെ. സിനിയുടെ മോൻ ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ്, ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് ആൻഡ്രിറ്റായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവൾക്കൊരു ജോലി അവൾ ആഗ്രഹിക്കുന്നിടത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജെസ്സിക്ക് അവൾ ആഗ്രഹിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചോദിക്കും മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഈശോയെ, മുഴുഹൃദയത്തോടെ ഈ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നീ കണ്ട് അനുഗ്രഹിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണ കർത്താവ്. ഈ സമയത്ത് സാന്ദ്രയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു പാർട്ട് ടൈം ജോലി കൊടുത്ത മകളെ അനുഗ്രഹിക്കണം ഈശോയെ. നീ അല്ലാതെ മറ്റൊരാശ്രയം അവൾക്കില്ല കർത്താവെ. അവളുടെ കുടുംബത്തെ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുഞ്ഞിനെ കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, ഈ സമയത്ത് പ്രത്യേകമായിട്ട് ലങ് ക്യാൻസറിന്റെ 4th സ്റ്റേജിലായിരിക്കുന്ന ജാസ്മിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജാസ്മിന്റെ രോഗപീഠകളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് ഇഷാനയെ സമർപ്പിക്കുകയാണ് കർത്താവെ. 9 വയസ്സുകാരി ഈശോയെ മെനിഞ്ചൈറ്റിസ് എൻസെഫലൈറ്റിസുമായി കർത്താവെ ICUവിലായിരിക്കുന്ന കുഞ്ഞിനെ, അനക്കമില്ലാതെ കിടക്കുന്ന കുഞ്ഞിനെ അവരുടെ മാതാപിതാക്കളുടെ ഹൃദയവികാരങ്ങളോട് ചേർന്ന് സമർപ്പിക്കുകയാണ് കർത്താവെ. ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മോൾക്ക് 8,000 പൗണ്ട് ഫീസ് കൊടുക്കാനില്ലാതെ വേദനിക്കുന്ന ഒരു മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, ജെയിംസിന്റെ മകന് നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കർത്താവെ. അവരെയൊക്കെ അങ്ങ് സൗഖ്യപ്പെടുത്തണേ കർത്താവെ. നിനക്ക് പറ്റും. നീ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനാണ് അവിടുന്ന് കർത്താവെ. ഈ മക്കൾക്ക് വേണ്ടി നിന്റെ സന്നദ്ധയിൽ നിലവിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഈ കുടുംബത്തെ എല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്കെല്ലാം അവിടുത്തെ വലിയ ഇടപെടലുകൾ കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവെ, അങ്ങ് മത്തായി 7:7 ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈശോയെ, അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സമയത്ത് മക്കളില്ലാത്ത ദമ്പതികൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് സന്തോഷിനെയും ജിഷയെ സമർപ്പിക്കുന്ന കർത്താവെ. അവിടുന്ന് അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഏറ്റെടുക്കണേ അപ്പ. ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്രയോ കുഞ്ഞുങ്ങളാണ് ഈശോയെ രോഗപീഠയിലായിരിക്കുന്നത് ഈശോ. ഈ സമയത്ത് ഈശോയെ പോളച്ചന്റെ അമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, കരുണയായിരിക്കണേ കർത്താവെ. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കരുണയായിരിക്കണം. എല്ലാ പ്രഗ്നന്റ് ലേഡീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് ചാന്ദിനിയെ സമർപ്പിക്കുന്നു ഈശോയെ. 1000 ദിവസങ്ങളായിട്ട് അവള് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് ഈശോയെ. ഒരക്രൈസ്തവ മകളുടെ വിശ്വാസം കണ്ട് അവള് പ്രഗ്നന്റ് ആയിരിക്കുകയാണ് ഈശോയെ. ആ കുഞ്ഞിന് വളർച്ചയില്ലെന്ന് പറയുന്നു ഈശോയെ. നീ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോ. ഒരു അത്ഭുതം ചെയ്ത് കർത്താവെ, ചാന്ദിനിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, നീ ഇടപെടണേ അപ്പ. എത്രയോ മക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നന്ദി, 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 നന്ദി. ആരാധന, 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 ആരാധന. ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ. നിന്റെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം എല്ലാ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ കർത്താവെ. രോഗക്കിടക്കയിലായിരിക്കുന്നവർക്ക് വലിയ ആശ്വാസമായി നീ മാറണമേ നീ സമയത്ത് പ്രാർത്ഥിക്കും ഈശോയെ. നീ അല്ലാതെ മറ്റാരുമില്ല കർത്താവെ ഞങ്ങൾക്ക് ആശ്രയം. നീ തരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല ഈശോയെ. നീ തരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരാശ്രയവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒന്നുമില്ല കർത്താവെ. എല്ലാം നിന്റെ കരങ്ങളിലേക്ക് വെക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ഈ ഓരോ മക്കളെ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെയൊക്കെ പേരുകൾ പറഞ്ഞ് നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. ഈ സമയത്ത് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 8ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ ലൈവിൽ എന്നും വരുന്നതിന്റെ ഉദ്ദേശം അത് മാത്രമാണ്. നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാൻ
പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം. കാരണം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ടിനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എനിക്ക് 3 പേർക്ക് മാത്രമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്താൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാവരും ഈ സമയത്ത് തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരിലേക്ക് അത് എത്താനായിട്ട് ഇടയാകും. അല്ലെങ്കിൽ അവർ വീണ്ടും എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് കർത്താവിനോട് പറഞ്ഞ് ഈശോയെ അവിടുന്ന് വലിയൊരു അടയാളം കാണിക്കണേ കർത്താവേ, വലിയൊരു അത്ഭുതം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഈശോയോട് പറയും. ഇത് കൂടുന്ന അനേകർക്ക് ഈശോ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈ ദിവസങ്ങളിൽ പല വിധത്തിലുള്ള തിന്മയുടെ ആക്രമണങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇത് കൂടാതിരിക്കാനുള്ള വലിയ പ്രേരണകളും പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ഈശോ കൊടുക്കുന്ന സൗഖ്യങ്ങളെയൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് പ്രിയപ്പെട്ട ദൈവമക്കള് ഈ വലിയ നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് 8ാം ദിവസത്തിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവെ, ജോണ്ടിസ് രോഗമുള്ള മക്കളെയൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു കർത്താവെ. കർത്താവെ, സംസാരിക്കുമ്പോൾ സൗണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന മകളെ ഓർക്കുകയാണ്. ഈശോ ഇടപെടും. ഈശോ പുഷ്പയെ സൗഖ്യപ്പെടുത്തും. ഈശോയെ വിശ്വസിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രഞ്ജുവിന് പുതിയ ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ എല്ലാ മേഖലകളും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് അമ്മയോട് ചേർന്ന് അമ്മ തരുന്ന സന്ദേശം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകരുത്. എൻ്റെ കൈക്കുള്ളിൽ നിങ്ങളെ നിർത്തി നിങ്ങളെ എൻ്റെ വിമല ഹൃദയത്തോട് ഞാൻ ചേർക്കട്ടെ. യേശുവിന് ചുറ്റും നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ സാത്താൻ നമ്മെ ഉപദ്രവിക്കുകയില്ല. തീർച്ച ഞാൻ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കാം. ലോകത്തിന്റെ പൂർണ്ണമായ സമർപ്പണത്തിന് വേണ്ടി സംയുക്ത സമർപ്പണത്തിൽ നിന്ന് ഞാൻ വിളവെടുക്കും. നിങ്ങളുടെ സഹപ്രവർത്തകരുമാകും. എൻ്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ വഴി വിശേഷമായി ദൈവത്തെ സേവിക്കാൻ നിങ്ങൾ സമ്മതം നൽകിക്കഴിഞ്ഞു. വിജയത്തിന് മുമ്പ് സഹിക്കേണ്ട കഷ്ടതകൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ. ശ്രദ്ധിച്ചുകൊള്ളുക, ഓരോ വ്യക്തിയിൽ നിന്നും ഞാൻ വളരെ ത്യാഗങ്ങൾ ആവശ്യപ്പെടും. സ്വയം എളിമപ്പെടുത്തുക, എൻ്റെ കയ്യിൽ പിടിച്ചു മുന്നേറുക. നിങ്ങൾ സമാധാനം കണ്ടെത്തും. നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ നാട്ടിൽ, അവസാനമായി ലോകം മുഴുവനിലും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഞാനതിൽ ജ്ഞാനത്തിന്റെ തീപ്പൊരി നിക്ഷേപിക്കാം. നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിവുള്ളത് മാത്രം ഞാൻ തരും. എൻ്റെ വചസ്സുകൾ എത്രയധികം നിങ്ങൾ സ്വീകരിക്കാൻ പ്രാപ്തരാണോ അത്രയധികം നിങ്ങളെ ഞാൻ ജ്ഞാനത്തിന്റെ ആഴത്തിലേക്ക് നയിക്കും. എൻ്റെ വചസ്സുകൾക്കനുസരിച്ച് ജീവിക്കുക. അവ നിങ്ങളെ പഠിപ്പിക്കട്ടെ. വരും കാലത്തേക്ക് നിങ്ങളുടെ ആത്മാക്കളെ ഒരുക്കട്ടെ. നിങ്ങളെ ഞാൻ സഹായിക്കാം. മാനസാന്തരം നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി ദൈവത്തിന്റെ സാദൃശ്യത്തിൽ എത്തിക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് വരില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ പിതാവിന്റെ പക്കലേക്ക് കൊണ്ടുപോകട്ടെയോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി വിചിന്തനം ചെയ്യുക. പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് തരുന്ന വഴികാട്ടി നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. സമർപ്പണം നിങ്ങളെ അഗാധവും മഹത്തരവുമായ സ്നേഹത്തിലേക്ക് നയിക്കുന്നു. ശക്തമായ ഈ സ്നേഹം നമ്മുടെ അമ്മയെ നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കുന്നു. മാതാവിന് സമർപ്പിക്കാനുള്ള തീവ്രമായ ആഗ്രഹം ഒരു കാന്തിക ആകർഷണം സൃഷ്ടിക്കുന്നു. ഈ ആകർഷണം അഗാധമായ ആഗ്രഹത്തെ ജനിപ്പിക്കുന്നു. അമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങളുടെ ആത്മാവിന്റെ ആഗ്രഹം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ അമ്മ ശക്തവും ബലവത്തുമാക്കുന്നു. ദൈവികമായ ഹൃദയമാറ്റത്തിന്റെ അടിത്തറയാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പ്രവൃത്തി പദത്തിൽ ചേരാനായിട്ട് പറയും. അപ്പോൾ നമ്മൾ ആ പ്രവൃത്തി പദം എന്താണ് അമ്മ നമ്മളോട് പറയും, നമുക്കത് ശ്രദ്ധിച്ച് കേൾക്കാം. ഹൃദയത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാം. ഇവിടെ കളകൾ ധാരാളം വളരുന്നു. ഒരു പരിത്യാഗം എന്ന പോലെ നമ്മൾ തൂമ്പാ കൊണ്ട് കിളച്ച് ഓരോ കളയും വേരോടെ പിഴുതെറിയണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഹൃദയം കളം നിറഞ്ഞ പാഴ്ഭൂമിയാകും. പുറമേയുള്ള ഭക്തിയും അകമേയുള്ള ശൂന്യതയും എങ്ങനെ നിങ്ങളെ സഹായിക്കും? സ്വാർത്ഥ ഇച്ഛകളാണ് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നത്. എന്നാൽ സമർപ്പണം ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയഭൂമി ഫലപുഷ്ടിയുള്ളതായി മാറും. ആത്മാവിന്റെ ശിഖരങ്ങൾ വെട്ടിയൊരുക്കുമ്പോൾ കൃപകൾ ഉണ്ടാകുന്നു. ശ്രദ്ധയോടെ ജോലി ചെയ്യുമ്പോൾ വിശുദ്ധിയുടെ പൂന്തോട്ടം രൂപപ്പെടുന്നു. പുണ്യപുഷ്പങ്ങൾ ആത്മാവാകുന്ന ചെടിയിൽ പൊട്ടി വിടരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്നെ മുഴുവനായും നിന്റെ മകന്റെ പക്കലേക്ക് അടുപ്പിക്കണമേ. നിന്റെ പുത്രനായ ഈശോയുടെ വിശുദ്ധ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കത്തിക്കണമേ. ഈ അഗ്നിയിൽ കത്തി ഞാൻ ഇല്ലാതാവട്ടെ. പ്രിയ അമ്മേ, എൻ്റെ ഹൃദയം അങ്ങ് സ്വന്തമാക്കി എനിക്ക് അമ്മയുടെ ഹൃദയം നൽകണമേ. നന്മ കൊണ്ട് നിറയ്ക്കണമേ, പ്രകാശിപ്പിക്കണമേ. അമ്മയെപ്പോലെ ഞാനും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം നമ്മളെ ബന്ധിപ്പിക്കട്ടെ. ഈ ഹൃദയം ഇനിമേൽ എൻ്റേതല്ലാതായി മാറട്ടെ. അത് അമ്മയോടുള്ള സമർപ്പണം വഴി ദൈവത്തിൻ്റേതു മാത്രമാകട്ടെ. പരിശുദ്ധനായ ദൈവം ഇന്ന് നമുക്ക് തരുന്ന വചനം ഉത്തമഗീതത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വചനമാണ്. അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി.
എന്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ്, മുദ്ര വച്ച നീരുറവ. പരിശുദ്ധനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ വിശ്വാസത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി വെച്ചിടുന്നവൻ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രതിഷ്ഠാ ജപം നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. വിശിഷ്യ എന്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അമ്മ എന്റെ സ്വന്തമാണ്. ഞാൻ അമ്മയുടെയും. എന്നെ കാത്തു സൂക്ഷിക്കണമേ. ത്രികാല ജപം ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തിൽ വചിച്ചു. പരിശുദ്ധാൻ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യ അവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുക. 7 പുണ്യങ്ങള് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് സ്വന്തമാക്കുകയാണ്. 7 പുണ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വളർന്നു കഴിയുമ്പോഴാണ് അമ്മ നമ്മുടെ ഹൃദയത്തെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്ക ദിനങ്ങളിലാണ് ഞാൻ നിങ്ങളും എല്ലാം. അപ്പൊ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ വീണ്ടും പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതുകൊണ്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുമിച്ച് പുണ്യങ്ങളുടെ ഈ ജപമാലയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ദേവമാതാവേ, വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീയ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവശരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവസ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവെ, എളിമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവെ, വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവെ, അനുസരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും.
പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ അമ്മയോടുള്ള ജപം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയമേ, എന്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച് വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട എന്റെ അമ്മേ, സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. മിശിഹായുടെ ആത്മാവേ, എന്നെ ഉണർത്തണമേ. മിശിഹായുടെ ആത്മാവേ, എന്നെ ചലിപ്പിക്കണമേ. മിശിഹായുടെ ആത്മാവേ, എന്നിൽ നിറയണമേ. അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പിതാവായ ദൈവമേ, എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകൾ, പ്രത്യേകമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ എല്ലാം ഈശോയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഇറങ്ങി വരണമേ. അവിടുന്ന് എല്ലാ വ്യക്തികളിലേക്ക്, എല്ലാ കുടുംബങ്ങളിലേക്ക്, എല്ലാ ജീവിതങ്ങളിലേക്ക് എല്ലാം ദൈവം ഇറങ്ങി വന്ന് വലിയ അനോയിന്റിങ് ഉണ്ടാകാൻ, ഈശോയുടെ വലിയ കരുണയും കരുതലും എല്ലാം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പൊന്നുമാതാവേ, കരുണയായിരിക്കണേ അമ്മേ. പരിശുദ്ധ അമ്മേ, പൊന്നുമാതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വരണേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. എല്ലാ കുടുംബങ്ങളെ, എല്ലാ മക്കളെ, എല്ലാ കണ്ണുനീരുകളെ കർത്താവെ, ഈശോയെ സിനി ജിജോയുടെ മകനെ സമർപ്പിക്കുന്ന മടി മാറിപ്പോകട്ടെ അപ്പ. ജെസ്സി ചേച്ചിയുടെ മോന്റെ ദൈവവിളിയുടെ കാര്യത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഡെയ്സി സജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ അവിടുന്ന് ഇടപെടണേ അപ്പ. ജോസ് ദാസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ ഓരോ മക്കളെ, സനീഷ് തോമസിനെ സമർപ്പിക്കുന്ന കർത്താവെ. എലിയാമ ജെയിംസിന്റെ മാനസിക ശാരീരിക രോഗങ്ങളെ ഏറ്റെടുക്കണേ അപ്പ. ജോബി ചെറുപറമ്പിലിനെ സമർപ്പിക്കുന്ന കർത്താവെ. മഹിമ ജിബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സനീഷ് തോമസിനെ സമർപ്പിക്കുന്ന അപ്പ. ഹിമയ്ക്ക് ഒരു ജോലി കൊടുത്ത് അവിടുന്ന് ഈ ദിവസങ്ങളിൽ അത്ഭുതം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മഹിമ ജിബിയെ സമർപ്പിക്കുന്നു. ജീൻ വിൻസിനെ കർത്താവെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളെ ഏറ്റെടുക്കണേ അപ്പ. ഈശോയെ മിനി ബിനോജിനെ സമർപ്പിക്കുന്നപ്പ. കർത്താവെ, ജിക്കി മനോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജസ്റ്റിൻ ജോസിനെ സമർപ്പിക്കുന്നു. ധന്യ റോബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോബി ചെറുപറമ്പലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാലി ജോൺസനെ സമർപ്പിക്കുന്നു. ജോൺസന്റെ മാനസാന്തരം ഈശോയെ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈസി സന്തോഷിനെ നമുക്ക് സമർപ്പിക്കാം. മെറീന ടോണിയെ സമർപ്പിക്കും. മക്കളെ എല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുകൾ ഓരോ ജീവിതങ്ങളിലും ഉണ്ടാകാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, എല്ലാ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണേ. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി അമ്മ സ്വർഗസന്നിധിയിൽ പ്രാർത്ഥിക്കണേ അമ്മേ. അൻവിസ് കെ ഡേവിസ്, ജിനോഷ്, ജോസഫ് കെ വി, ജസ്റ്റിൻ, ഈശോയെ സിനി പാപ്പച്ചനെ വിസ എക്സ്റ്റൻഡ് ആയി കൊടുക്കണേ അപ്പ. ജീവന്റെ തെളിച്ചം നീ എന്നഭയമല്ലേ, നീ എന്നഭയമല്ലേ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. തെളിച്ചം നീ അഭയമല്ലേ, അമ്മേ നീ അഭയമല്ലേ. കുടുംബജീവിതത്തിന്റെ സങ്കടങ്ങള് എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ അഭയമല്ലേ, അമ്മേ നീ അഭയമല്ലേ. ഈശോയെ അന്യതയെ സമർപ്പിക്കുന്നു കർത്താവെ. ജിയോ ജേക്കബിനെ സമർപ്പിക്കുന്നു. ബിബിമോൾ ദിറ്റോയെ സമർപ്പിക്കുന്നു. ഷൈനി തോമസിനെ സമർപ്പിക്കുന്നു.
സജി ജോർജിനെ സമർപ്പിക്കും. ഷെബിൻ ജോസഫിനെ സമർപ്പിക്കുന്നു കർത്താവേ. ഓമനയെ സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, മദ്യപാനം ഏറ്റെടുത്ത് മാറ്റണേ അപ്പ. അമ്മേ മാതാവേ, തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. അമ്മേ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ. അമ്മേ നീയൻ അഭയമല്ലേ. എല്ലാ വേദനകളെയും നമുക്ക് സമർപ്പിക്കാം. ജോലിയില്ലാത്ത മക്കളെ പ്രത്യേകം ഓർക്കാം. ഈശോയെ, ജയ്സലിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ജീന വർഗീസിന്റെ നിയോഗത്തെ സമർപ്പിക്കുന്ന കർത്താവേ. ജോർജ് ജോസിനെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ ഏറ്റെടുക്കണേ അപ്പ. കുടുംബങ്ങളെ, വ്യക്തികളെ ഏറ്റെടുക്കണേ ഈശോയെ. ഈശോയെ എല്ലാവരെയും സമർപ്പിക്കുന്നപ്പ. എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ. അമ്മേ നീയൻ അഭയമല്ലേ. ജീവന്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ. അമ്മേ നീയൻ അഭയമല്ലേ. കനിവിൻ കേദാരമേ. അമ്മേ കനിവിൻ കേദാരമേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ. അമ്മേ നീയൻ അഭയമല്ലേ. വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ. അമ്മേ നീയൻ അഭയമല്ലേ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് മക്കളില്ലാത്ത ദമ്പതികളെ, ജോലിയില്ലാത്ത മക്കളെ, കുടുംബ സമാധാനമില്ലാത്തവരൊക്കെ ഓർക്കുന്നു ഈശോയെ. ഷാലി, ഷിജു, സിറിയക്, സാവിയോ, ടോം സി, മാത്യു. ഈശോയെ, ജെയ്സി ചേച്ചിയെ സമർപ്പിക്കുന്ന കർത്താവെ. ജോർജ് ജോസിന് ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ ഈശോയെ. കർത്താവെ, ആശുപത്രി കിടക്കളിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നീ തൊടാൻ വേണ്ടി ഏൽപ്പിച്ചു തരികയാണ് ഈശോയെ. ആദർശ് കേസിനെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ, റിയായ്ക്ക് ഒരു മറുപടി കൊടുക്കണേ അപ്പ. ഇവിടെ തള്ളിക്കളയല്ലേ ഈശോയെ. ആലീസ് ചാക്കോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജയമോൾ കെ ജോണിനെ സമർപ്പിക്കുന്നു കർത്താവെ. മേരി റോബർട്ടിനെ സമർപ്പിക്കുന്നു ഈശോയെ. ജോബിയെ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ ഈശോയെ ഓരോരുത്തരെയും നിനക്ക് തരികയാണ്. ഷേർലിയെ സമർപ്പിക്കുന്നു കർത്താവെ. ലൈസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ഈശോയെ. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്ത മക്കൾ ഒത്തിരി പേരുണ്ട് ഈശോയെ. മാനസിക രോഗികളായ അനേകരെ തിരുമുൻപിൽ സമർപ്പിക്കുകയാണ് ഈശോയെ. മനസ്സിന്റെ സമനില തെറ്റിപ്പോയ അനേകരുണ്ട് ഈശോയെ. എന്റെ പൊന്നി ഈശോയെ, അവിടുന്ന് അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണേപ്പാ.
തളർവാദം പിടിപെട്ട് കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും, തളർന്ന് കിടക്കുന്ന, സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ് ഈശോയെ. കർത്താവെ, അവർക്കൊരു സമാധാനവും സന്തോഷവും കൊടുക്കാൻ ഈശോയെ നീ ഇറങ്ങി വരണേപ്പാ. ഷീജയുടെ ഹസ്ബൻഡ് ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ലില്ലിയുടെ കുടുംബത്തെ അവിടെ നിന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ഈശോയെ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് മുട്ടി വിളിച്ച് പ്രാർത്ഥിക്കുക ഈശോയെ. ലിൻഡ ഷിനോയെ സമർപ്പിക്കുന്നു, ജോമോളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരെയും ഈശോയെ ഞങ്ങൾക്കായി അങ്ങ് നൽകിയവര്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് കർത്താവെ, തോമസ് ചേട്ടനെ, മനോജിനെ, മാത്തച്ഛനെ, ഷായി ചേട്ടനെ, ഡി ചേച്ചിയെ, ബിക്കിയെ സമർപ്പിക്കുന്നു, സിബി ചേട്ടനെ സമർപ്പിക്കുന്ന കർത്താവെ, ജാക്കലിൻ ചേച്ചി കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ, രൂപതരി എല്ലാ ശുശ്രൂഷകളെ സമർപ്പിക്കുന്ന കർത്താവെ, ജോസഫ് മാത്യുവിനെ സമർപ്പിക്കുന്ന ഈശോയെ. കർത്താവെ, ട്രാൻസ്ഫർ കൊടുത്ത് ജോസിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ബിജിമോൾ ഡോമിനിക്കിനെ സമർപ്പിക്കുന്നപ്പ, ജിക്കി മനോയെ സമർപ്പിക്കുന്ന കർത്താവെ, നടക്കാൻ പോകുന്ന പെന്തക്കോസ്ത റിട്രീറ്റിനെ സമർപ്പിക്കുന്ന കർത്താവെ ഈശോയെ. അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് ലീഡേഴ്സ് റിട്രീറ്റിനെ സമർപ്പിക്കുന്നു, വൈദികരുടെ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാളെ മുതൽ നടക്കാൻ പോകുന്ന സിസ്റ്റേഴ്സിന്റെ ധ്യാനത്തെ നിന്റെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരോരോരുത്തരെയും നിന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വെച്ച് തരികയാണ് ഈശോയെ. ഈശോ അവിടെ നിന്ന് ഏറ്റെടുക്കണം ഈശോയെ. കർത്താവെ, ബിനോയി മന്നിശ്ശേരിയെ സമർപ്പിക്കുന്നു ഈശോയെ. കർത്താവെ, ആതിര ബെന്നിയെ സമർപ്പിക്കുന്നു കർത്താവെ. എല്ലാ നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണം. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല ഈശോയെ. അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കും. നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ഈശോ ഇടപെടും. നമ്മുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് മൗന ഹൃദയ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിച്ച് ഈ സമയത്ത് ഇന്ന് പ്രത്യേകമായിട്ട് ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഇറങ്ങി വന്ന് ഓരോ വ്യക്തികളെ ഏറ്റെടുക്കാൻ ആഗ്രഹിച്ച് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുകൊള്ളുക. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മൾ ഒരു 4 മിനിറ്റ് നിശബ്ദമായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഈശോയോട് പറയാം. ഈശോ ഈ അൾത്താരയിലുണ്ട്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈശോ ഉണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന ഈശോ. മക്കളെ ഓർത്ത് കരയുന്ന എത്രയോ മാതാപിതാക്കളാണ്. ഈശോ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ എന്നോർത്ത് കരയുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട് ഈശോയെ. കർത്താവെ, അവിടുന്ന് എല്ലാവരെയും ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട എൻ്റെ ഈശോയെ, നിന്റെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഈ മക്കളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നീട്ടണേ ഈശോയെ. കർത്താവെ, ഷെബിനൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം ഈശോയെ. ഷിൻസിനെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ മടിയിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം സമർപ്പിച്ച് ഈശോ മാത്രമുള്ളതെന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയമുയർത്തി നമുക്ക് അല്പനേരം ഈശോയുടെ മുൻപിൽ നിശബ്ദരായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, പറ്റുന്നവരൊന്നുകൂടി ഷെയർ ചെയ്യാൻ പറ്റാത്തവരൊന്ന് ഷെയർ ചെയ്യണം. എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ഫേസ്ബുക്ക് ഓപ്ഷൻ തന്നിട്ടില്ല, അത് റെസ്ട്രിക്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്താലേ മറ്റുള്ളവർക്ക് ഇത് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊന്ന് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ അൾത്താരയ്ക്ക് മുമ്പിലേക്ക് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മളിന്ന് പ്രാർത്ഥിച്ചതൊക്കെ ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി കൊടുക്കാനാണ്. കർത്താവേ, ഞങ്ങളുടെ പരിചയത്തിലും ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരും വിദേശങ്ങളിലേക്ക് സ്റ്റുഡൻറ് വിസായിലും വിസിറ്റിംഗ് വിസായിലും കെയർ വിസായിലും ഒക്കെ പോയിട്ടുള്ളവരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുമായ എല്ലാവരും കൂടി സമർപ്പിക്കുകയാണ്. കർത്താവേ, മക്കൾക്കൊരു ജോലി കൊടുക്കാൻ വേണ്ടി അപ്പനും അമ്മയും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അവസരങ്ങളെയൊക്കെ സമർപ്പിക്കുന്ന ഈശോയെ ഒന്ന് കണ്ട് അനുഗ്രഹിച്ച് കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.